ദാറ്റ് ഈസ് ദ മോഡേൺ ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റിസം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് ഈ മാഗ്നറ്റിസം പ്രോപ്പർട്ടി എന്തുകൊണ്ട് കിട്ടുന്നു അതിനൊരു എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും മാഗ്നറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മാഗ്നറ്റ്സിന്റെ ബിഹേവിയർ ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസം അനുസരിച്ചിട്ട് ഈ ഒരു മാഗ്നറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടാൻ കാരണം അതിപ്പോ ഏത് മാഗ്നറ്റ് ആയാലും അയൺ മാഗ്നറ്റ് ആയാലും കൊബാൾട്ട് നിക്കൽ അങ്ങനെ ഏതൊരു മാഗ്നറ്റ് ആയാലും അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റീസൺ ആണ് പറയുന്നത്. ഫസ്റ്റ് കേസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്തുകൊണ്ടാണ്? ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? റിവോൾവ് ചെയ്യുവാണ് ചുറ്റും. നമ്മുടെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പോലെ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്. അപ്പോൾ ഇത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്തുണ്ട്? ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് ക്യാരിങ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഈ ചാർജ് ഇങ്ങനെ ഒരു ലൂപ്പിൽ കൂടി സർക്കുലേറ്റ് ചെയ്ത് അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പോൾ ഒരു ചാർജ് ഉള്ള പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അവിടെ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് റീസൺ. മെയിൻലി ഒരു ഇതിപ്പോ ഒരു ആറ്റത്തിനകത്തുള്ള ഒരു ഇലക്ട്രോണിന്റെ കേസ്. അപ്പൊ ഇതുപോലത്തെ നമ്പർ ഓഫ് ആറ്റംസ് കൊണ്ടാണ് ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലത്തെ ആറ്റംസിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും കാണും. ഓക്കെ, അപ്പൊ അറിയാലോ ഇലക്ട്രോൺസിന്റെ എണ്ണം അതിന്റെ മാസ് നമ്പർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് ഒന്ന് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടാവാം അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവാം. പക്ഷെ അതുപോലത്തെ ഒരുപാട് സെവറൽ തൗസൻഡ്സ് ഓഫ് ആറ്റംസ് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബോഡി നിർമ്മിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും മാഗ്നറ്റിക് മൊമെന്റ് എന്ത് ചെയ്യും? ആഡ് ചെയ്തായിരിക്കും അതിന്റെ റിസൾട്ടന്റ് മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് അല്ലെങ്കിൽ റിസൾട്ടന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അത് നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഫസ്റ്റ് റീസൺ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഇത് ചോദിക്കാം വാട്ട് ഈസ് മോഡേൺ ഇലക്ട്രോൺ തിയറി ഓഫ് മാഗ്നറ്റിസം ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാണൊന്ന് എഴുതേണ്ടത്. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഇതാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. Orbital magnetic moment is due to the rotation of the electrons around the nucleus. ഇനി സെക്കൻഡ് പറഞ്ഞതാണ് it is due to the intrinsic dipole moment അല്ലെങ്കിൽ spinning motion of the electron. Intrinsic dipole moment. Okay, moment. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ സ്പിൻ ചെയ്തു. ഇലക്ട്രോൺസ് എല്ലാം ഫെർമിയോൺസ് ആണ്, സ്പിൻ ഉള്ള പാർട്ടിക്കിൾസ് ആണ്, ഹാഫ് സ്പിൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഹാഫ് സ്പിന്ന് കാരണം എന്ത് ചെയ്യും? അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ഉണ്ടാവും. നമ്മൾ അതിന് എസ് കൂടുതൽ ഡീറ്റെയിൽ പഠിക്കും, ജസ്റ്റ് അറിഞ്ഞു പോവാം. അപ്പോൾ അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ഉണ്ട്. ഈ സ്പിന്ന് കാരണം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ജനറേറ്റ് ചെയ്യും, ഒരു ഡൈപോൾ മൊമെന്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതും എന്ത് ചെയ്യുന്നു? ഈ ഒരു റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻലി ഒരു ഒബ്ജക്റ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ റീസൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന കണ്ടീഷൻ ഒരു ബോഡിക്ക് കിട്ടാൻ മെയിൻലി റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഇനി മൂന്നാമത് ഒരു മൊമെന്റ് കൂടി പറയുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ചെറിയ മോഷനിലാണ്. അതിൽ പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പക്ഷെ ഈ പ്രോട്ടോണിന്റെ ആ ഒരു മോഷൻ കാരണം എന്ത് ചെയ്യാം? അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞ പേരാണ് ന്യൂക്ലിയർ മൊമെന്റ് എന്ന് പറയും. ഓക്കെ, തേർഡ് പോയിന്റ് ന്യൂക്ലിയർ മൊമെന്റ്. ഓക്കെ, ന്യൂക്ലിയർ മൊമെന്റ്. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടുതലാണ്, ഇതെന്താണ് തീരെയും കുറവാണ്. അപ്പൊ ഏകദേശം ഇതിനെക്കാട്ടി 10⁻³ ടൈംസ് എന്താണ് സ്മോളർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാം? മിക്കപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് കണക്കെടുക്കാറില്ല, ഇത് നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യാറ്. കാരണം ഇത് രണ്ടുമാണ് മെജോറിറ്റിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇത് തീരെയും കുറവാണ്, തീരെ ചെറുതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ന്യൂക്ലിയർ മൊമെന്റിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും നോക്കാത്തത്. അപ്പൊ ഇത്രയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നിർത്തിയിരുന്നു. പിന്നെ അവിടെ ഞാൻ വേറൊരു ടോപ്പിക്സ് കൂടി എഴുതിയിട്ടുണ്ട്, അതായത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മാഗ്നറ്റിക് ഇന്റൻസിറ്റി H, അതായത് ഒരു ഫീൽഡിന് മറ്റൊരു ബോഡി എത്രത്തോളം മാഗ്നറ്റൈസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിന് എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ആ ഒരു എബിലിറ്റിയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, H. നമുക്ക് മാഗ്നറ്റിസത്തിൽ 3 വെക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് H ആണ്, മറ്റൊന്ന് B വെക്ടർ, മറ്റൊന്ന് M. ഓക്കെ, മാഗ്നറ്റിസത്തിനകത്തുള്ള 3 വെക്ടേഴ്സ് ആണ്. ഈ ഒരു വെക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ടാണ് നമ്മൾ ആദ്യം H പഠിക്കുന്നത്. H എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസ് എ മെറ്റീരിയൽ മീഡിയം ഇസ് കോൾഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പൊ അത് പറഞ്ഞ പേര് മാഗ്നറ്റിക് ഇന്റൻസിറ്റി അഥവാ H എന്ന് പറയും. ഒരു മെറ്റീരിയൽ മീഡിയത്തിനെ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഒരു മെറ്റീരിയൽ മീഡിയത്തിനെ ആ ഒരു ഫീൽഡിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, അത് ഫീൽഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഫീൽഡ് സ്ട്രെങ്ത് പോലെ ഇരിക്കും, അതിന് എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും?
മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റിനാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് H ആണ് ഈ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. H ഇസ് ഈക്വൽ ടു, ഇപ്പോ n ടൈംസ് വൗണ്ട് ചെയ്തിട്ടുള്ള സോളിനോയിഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? n ടൈംസ് വൗണ്ട് ചെയ്തിട്ടുള്ള സോളിനോയിഡ് ആണെങ്കിൽ നമുക്ക് H മാഗ്നറ്റിക് ഇന്റൻസിറ്റിയുടെ വാല്യൂ Ni എന്ന് പറയാം. കാരണം നമ്പർ ഓഫ് ദി ലൂപ്സ് ഇൻറ്റു അതുവഴി പോകുന്ന കറണ്ട്. അപ്പോൾ ലൂപ്സ് കൂട്ടിയാൽ, നമ്പർ ഓഫ് ലൂപ്പ് കൂട്ടിയാൽ എന്ത് ചെയ്യും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടും. അതുപോലെ തന്നെ കറണ്ട് കൂട്ടിയാൽ എന്ത് ചെയ്യും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അവിടെ കൂടും. ഈ സ്മോൾ ലെറ്റർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ Hന്റെ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും? H ഈസ് ഈക്വൽ ടു n/L ഇൻറ്റു I എന്ന് വരും. അതായത് നമ്പർ ഓഫ് ലൂപ്സ്, ഇവിടുത്തെ ലൂപ്പുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ഇതിന്റെ ലെങ്ത്, സോളിനോയിഡിന്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ H അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ യൂണിറ്റ് വരുന്നത് SI യൂണിറ്റ് വരുന്നത് ആംബിയർ പെർ മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഇനി അടുത്ത ഒരു ടേം ആണ് M. M പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, നേരത്തെ ശ്രദ്ധിക്കുക, ടേംസ് ശ്രദ്ധിക്കുക. ഇതെന്താണ്? ഇത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ്. മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇതെന്താണ്? ഫീൽഡിന്റെ പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഫീൽഡിന് മറ്റൊരു മീഡിയത്തെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഫീൽഡിന്റെ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ആ ഫീൽഡിന് മറ്റൊന്നിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതാണ് H എന്ന് പറയുന്നത്. ഇനി M എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ കൊണ്ട് ഈ ഒരു ഫീൽഡിൽ വയ്ക്കുവാണ്. അപ്പൊ ആ ഒരു ഫീൽഡ് എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ആവും. അപ്പൊ അതിന് എത്രത്തോളം മാഗ്നറ്റൈസ് ആവാൻ പറ്റും ആ ഒരു കൊണ്ട് വയ്ക്കുന്ന ഇത് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരു മീഡിയം അല്ലെങ്കിൽ മെറ്റീരിയൽ മീഡിയം കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഈ കൊണ്ടുവയ്ക്കുന്ന ഒബ്ജക്റ്റിന് മാഗ്നറ്റിനെ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ അബ്സോർബ് ചെയ്ത് അതിനൊരു മാഗ്നറ്റൈസ് ആയി മാറാൻ പറ്റും, അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. എത്രത്തോളം അത് മാഗ്നറ്റൈസ് ആവുന്നു, മറ്റേത് ഫീൽഡ് എത്രത്തോളം പ്രോപ്പർട്ടി കൊടുക്കുന്നു, ഇത് എത്രത്തോളം ആവുന്നു. ഓക്കെ, അപ്പൊ അതാണ് രണ്ട് എമ്മും എച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ട് ഏകദേശം ഒരുപോലെ തോന്നും, രണ്ടാണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്ന രണ്ടാണ്. ഓക്കെ, when a material medium is placed in a magnetic field, it gets magnetized. The magnetic dipole moment per unit volume of the material is called magnetization. Okay, അപ്പോൾ ഇതിന്റെ ഇതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇക്വേഷൻ ദാറ്റ് ഈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ M ആണ്, മാഗ്നറ്റിക് മൊമെന്റ് ബൈ വോളിയം ആണ്. ഓക്കെ, അതായത് എത്രത്തോളം മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയത്തെ അത് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് ബൈ വോളിയം. ഓക്കെ, എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു M, സ്മോൾ m ആണ് ഇത് ക്യാപിറ്റൽ M ആണ്. ക്യാപിറ്റൽ M, ഇത് സ്മോൾ m ബൈ B എന്ന് കിട്ടും. ഇവിടെ ഈ M എന്ന് പറയുന്നതായിരുന്നു മാഗ്നറ്റിക് മൊമെന്റ്. M ഈസ് നോൺ ആസ് മാഗ്നറ്റിക് മൊമെന്റ് M. മാഗ്നറ്റിക് മൊമെന്റ് ആണിത്. ഇതിന്റെ യൂണിറ്റ് വരുന്നത്, അതായത് മാഗ്നറ്റൈസേഷന്റെ യൂണിറ്റ് അല്ല, മാഗ്നറ്റിക് മൊമെന്റിന്റെ SI യൂണിറ്റ് വരുന്നത് ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. മാഗ്നറ്റിക് മൊമെന്റ്. ഓക്കെ, ആംബിയർ മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത് വോളിയം ഉണ്ടല്ലോ, വോളിയത്തിന്റെ യൂണിറ്റ് അറിയാലോ, SI യൂണിറ്റ് എന്താണ് വരുന്നത്? വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ടോട്ടലി നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ യൂണിറ്റ് എന്ത് വരും? ഇതിന്റെ SI യൂണിറ്റ് വരുമ്പോൾ ആംബിയർ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ മീറ്റർ ക്യൂബ് എന്ന് വരും. ഇതും ക്യാൻസൽ ആവും, ഇവിടെ 1 വരും. ദാറ്റ് ഈസ് ആംബിയർ പെർ മീറ്റർ എന്ന് വരും. ഓക്കെ, ആംബിയർ പെർ മീറ്റർ ആണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്, H M. ഇനി മൂന്നാമത്തെ വെക്ടർ ആയിരുന്നു B എന്ന് പറയുന്നത്. B is called magnetic induction. B means magnetic induction. ഇപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് മൂന്നും ഒരേ സമയത്ത് നടക്കുന്ന പ്രോസസ് ആണ്. അതായത് ഫസ്റ്റ് ആ ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്, ഫീൽഡ് ഇന്റൻസിറ്റിയുടെ സ്ട്രെങ്ത് നോക്കുന്നു.
അടുത്ത് നമ്മൾ ആ ഒരു മീഡിയം കൊണ്ടിവിടെ പ്ലേസ് ചെയ്യുന്നു. മീഡിയം കൊണ്ട് പ്ലേസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുവാണ്? മീഡിയം കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു മീഡിയം എന്ത് ചെയ്യുന്നു? അതിനെ അബ്സോർവ് ചെയ്യുക. ഓക്കെ, അബ്സോർവ് ചെയ്യുവാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യും? ആ ഒരു മാഗ്നറ്റിക് മീഡിയം നമ്മൾ കൊണ്ടുവച്ച മീഡിയം നേരത്തെ ഇവിടെ വരച്ച് കാണിച്ച ആ ഒരു മീഡിയം എന്ത് ചെയ്യുന്നു? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഫീൽഡ് വെച്ചപ്പോൾ അത് മാഗ്നറ്റ് ആയി മാറി. ഇത് ഫീൽഡ് ആണ്. ഈ ഫീൽഡിൽ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്തപ്പോഴാണ് ആ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തത്? മാഗ്നറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ വച്ച മീഡിയത്തിനകത്തുള്ള ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ വച്ച മീഡിയത്തിനകത്തൊരു ഫീൽഡ് പ്രൊഡ്യൂസ് ആവും. ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. വെറുതെ ഇരുന്ന ഒരു അയൺ കോർ ആണ്, ഞാൻ കൊണ്ടവിടെ പ്ലേസ് ചെയ്തു. എന്ത് ചെയ്തു? അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു സമയത്ത് ദ റിസൾട്ടന്റ് ഫീൽഡ് ഇൻസൈഡ് ദ മീഡിയം, അതായത് ഇതിനകത്തുള്ള റിസൾട്ടന്റ് ഫീൽഡ് എന്താണ്? ഇതിനകത്തുള്ള റിസൾട്ട് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ഫീൽഡിന്റെയും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഫീൽഡിന്റെയും സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇറ്റ്സെൽഫ് ഇത് തന്നെ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സെൽഫ് ഇതിന് തന്നെ ഒരു ഫീൽഡ് ഉണ്ട്, ഇതിന് തന്നെ ഫീൽഡ് ഉണ്ട്. പ്ലസ് എന്ത് വരും? അഡീഷണൽ ആയിട്ട് ഈ പുറത്തുള്ള ഫീൽഡ് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സം ആയിട്ട് എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഫീൽഡ് ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് ദ സം ഓഫ് ദ ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ദ ഒറിജിനൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഈ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ സഹായിച്ച ആ ഒരു ഫീൽഡ് പ്ലസ് ഇതിന്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ സമ്മേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ബി എന്ന് പറയുന്ന ആ ഒരു വെക്ടർ കിട്ടുന്നത്. ദാറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഫീൽഡ് ഈസ് ഓൾസോ കോൾഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി. ബിയുടെ യൂണിറ്റ് വരുന്നത് ബിയുടെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ടെസ്ല എന്നും പറയാം. ഓക്കെ, ഇതാണ് 3 വെക്ടേഴ്സ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറുതായി പറഞ്ഞിരുന്നു. ജസ്റ്റ് ഇപ്പോൾ അടുത്ത് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫസ്റ്റ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ ആണ് ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ടു ഡിറ്റർമിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്, ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുവാണ്. ലെങ്ത് L ആണ്, നമ്പർ ഓഫ് ടേൺസ് N ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N/L എനിക്ക് എങ്ങനെ എടുക്കാം? N/L ഈസ് ഈക്വൽ ടു സ്മോൾ n എന്ന് എടുക്കാം. ഇതൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? I എന്ന് പറയുന്ന ഒരു കറണ്ട് ഒരു ക്യാരി ചെയ്യും. കറണ്ട് ക്യാരി ചെയ്താലേ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇല്ലാത്ത സമയത്ത് എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇല്ല. ദെൻ ഇതിനകത്ത് ഇരിക്കുന്ന കോർ എന്ത് ചെയ്യുവാണ്? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഒന്നുകിൽ എയർ കോർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഏതെങ്കിലും കോർ, അയൺ കോറോ എന്തെങ്കിലും കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെച്ച് നമ്മൾ എയർ കോർ എന്ന് പറയും. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയർ ഉണ്ട്. എയർ കോർ ഇൻഡക്ടേഴ്സ് അല്ലെങ്കിൽ എയർ കോർ സോളിനോയിഡ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ പെർമിയബിലിറ്റി, ഒരു മ്യൂ എന്ന് പറയുന്ന പെർമിയബിലിറ്റി വാല്യൂ ഉള്ള ഒരു മീഡിയം ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻസൈഡ് ദ കോർ. അപ്പൊ ഇതിനകത്തുള്ള കോറിന്റെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് മനസ്സിലായില്ലേ? കോറിന്റെ ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ ഒരു ഫിഗർ ആണ് ഓർക്കേണ്ടത്. കാരണം എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫീൽഡ് പുറത്തുകൂടിയുള്ള ഫീൽഡും പ്ലസ് എന്ത് ചെയ്യുവാണ്? അതിനകത്ത് ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡും കൂടി സമ്മേഷൻ ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബിയുടെ വാല്യൂ എനിക്ക് എങ്ങനെ കിട്ടും? ബി ഈസ് ഈക്വൽ ടു മ്യൂ Ni എന്ന് കിട്ടും. മ്യൂ Ni. ഓക്കെ, ഇതിനകത്ത് ഒരു കോർ വെച്ചു. ജസ്റ്റ് ഒരു കോർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു, ഒരു കോർ. അപ്പൊ ആ കോറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് അതിന് കോറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ശ്രദ്ധിക്കാം. കോറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഒരു കോറിന്റെ പെർമിയബിലിറ്റി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ തൊട്ടടുത്ത ഒരു സെക്ഷനിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ പെർമിയബിലിറ്റി മ്യൂ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ പെർമിയബിലിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു അതുവഴി പോകുന്ന കറണ്ട്, ഇത്രയും ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഇൻഡക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ N എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ മ്യൂ N എന്തായിരുന്നു? മ്യൂ N നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിരുന്നു. മ്യൂ N എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എച്ചിന്റെ വാല്യൂ ആണ്. കണ്ടോ, എച്ചിന്റെ വാല്യൂ ആണ് മ്യൂ N എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ നമുക്കത് ബി ഈസ് ഈക്വൽ ടു മ്യൂ H എന്ന് മാറ്റാൻ പറ്റും. ഓക്കെ, മ്യൂ H എന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേഷൻ ആണ് നമ്മുടെ ബിയെയും എച്ചിനെയും, മാഗ്നറ്റിക് ഇൻഡക്ഷനെയും മാഗ്നറ്റിക് ഇന്റൻസിറ്റിയും കണക്ട് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി കൂടി കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ ആണ്. ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ്. മ്യൂ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു
mu0 mu r എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ട്. അതായത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റി. mu r റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പൊ ഇനി വാക്വത്തിന്റെ കേസിലാണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും? നമുക്ക് mu r റിലേറ്റീവ് പെർമിയബിലിറ്റി 1 ആയപ്പോ ദാറ്റ് ഇസ് mu is equal to mu0 എന്നുണ്ട്. അങ്ങനെ ഇക്വേഷൻ വേണം എന്ത് ചെയ്യാം? b is equal to mu0h എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ മാറ്റി എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ഡെറിവേഷൻ എഴുതി ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് എഴുതി നിർത്തിയാലും മതി. ഒരു മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ എഴുതി വെക്കാതെ ജസ്റ്റ് ഒരു ഫിഗർ ഒക്കെ ഒന്ന് ഡ്രോ ചെയ്ത് അത് നമ്മൾ അറിയാമെങ്കിൽ മാത്രം വരച്ചാൽ മതി. ജസ്റ്റ് ഞാൻ ഒരു ടേംസ് നിന്ന് വരച്ചെന്നേ ഉള്ളൂ, ടെക്സ്റ്റ് തന്നിട്ടില്ല പ്രത്യേകിച്ച്. ആ ഒരു ഫിഗർ ഒന്ന് വരച്ച ശേഷം എഴുതുക. സോളിനോയിഡ് ഉണ്ട്, n ടേൺസ് ആണ്, L ആണ് ലെങ്ത്. അങ്ങനെയൊക്കെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യാം? ഈ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. കാരണം ഡെറിവേഷൻ അല്ലല്ലോ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഒന്ന് നോക്കുക. ഇനി അടുത്ത് റിലേഷൻ കണക്റ്റിംഗ് എം, ബി ആൻഡ് എച്ച്. എം, ബിയും എച്ചും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു mu0h പ്ലസ് mu0m. ഇതാണ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ ആയിരിക്കും നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടൊറോയിഡൽ വൈൻഡിങ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ടൊറോയിഡൽ വൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ്ലെസ് സോളിനോയിഡിനെ നമ്മൾ ടൊറോയിഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സോളിനോയിഡ് ഇങ്ങനെ എടുക്കുക, സോളിനോയിഡ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? അതിനെ കംപ്ലീറ്റ് ആയി ചുറ്റി എടുക്കുക. സോളിനോയിഡ് വീണ്ടും ചുറ്റുമ്പോൾ എന്ത് ചെയ്യും? കൂടെ ടൊറോയിഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗലാൻഡ് റിംഗ് എന്ന് പറയുന്നൊരു അപ്പാരറ്റസ് ആണ്. അത് ഇതാണ് ആ സാധനം, റൗലാൻഡ് റിംഗ് എന്ന് പറയുന്നത്. ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതെന്താണ്? ഇതിങ്ങനെ സോളിനോയിഡ് ആണ്. സോളിനോയിഡ് എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് അയൺ കോർ വെച്ചിട്ടുണ്ട്. അയൺ കോർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഞാൻ ഫിഗർ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട ഫിഗർ ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അപ്പാരറ്റസിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് തന്നിട്ടുള്ള അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് ടൊറോയിഡൽ വൈൻഡിങ് ഉണ്ട്. ടൊറോയിഡൽ വൈൻഡിങ്ങിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് അയൺ കോർ വച്ച് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം. അയൺ കോർ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് കറണ്ട് കണക്ട് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും മെഷർമെന്റ്സ് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു റൗലാൻഡ് റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു എൻഡ്ലെസ് സോളിനോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടൊറോയിഡൽ ഷേപ്പ് ആയതുകൊണ്ട് കണക്ഷൻസ് ബൈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. OS കൊടുത്തിട്ട് കാണും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അപ്പാരറ്റസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ അപ്പാരറ്റസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വേണ്ടല്ലോ. ജസ്റ്റ് ആ ഡെറിവേഷന് വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഈ റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അയൺ കോറിനകത്ത് പ്ലേസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു എയർ കോർ ആയിട്ടുള്ള രീതിയിൽ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കറണ്ട് കണക്ട് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒബ്സർവ് ചെയ്യും. ദാറ്റ് ഈസ് ആ ഒരു ടൊറോയിഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് n എന്ന് എടുക്കാം. ഒരു ടൊറോയിഡ് വൈൻഡിങ്ങിലെ റോളാൻഡ് റിംഗിലെ ടൊറോയിഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n എന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ടോട്ടൽ ലെങ്ത്. അപ്പോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണ്. സർക്കംഫറൻഷ്യൽ ലെങ്ത് എന്ന് ചോദിക്കുമ്പോൾ 2πr വരില്ലേ എന്ന് ചോദിക്കല്. കാരണം എന്താണ്? സർക്കംഫറൻഷ്യൽ ലെങ്തിൽ ഇതിപ്പോ ഇതൊരു സോളിനോയിഡ് ആണ്. ഈ ഇരിക്കുന്ന സോളിനോയിഡിന്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ഈ L എന്ന് പറഞ്ഞിരിക്കുന്ന സോളിനോയിഡ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇതിലൊന്നിങ്ങനെ മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു? ഇതേ ഫിഗറിന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഇങ്ങനെ റൗണ്ട് ആക്കി മാറ്റിയത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ലെങ്തിന്റെ കൺസിഡറേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട? അവിടെ 2πr എന്നുള്ള ആ പെരിമീറ്റർ സർക്കിളിന്റെ പെരിമീറ്ററോട് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ലെങ്ത് കിട്ടും? ആ ഒരു ലെങ്ത് മാത്രം നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലെങ്ത്, സർക്കംഫറൻഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് L. അപ്പൊ ഇത് നമുക്ക് n/L = സ്മോൾ എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഇതുവഴി എന്ത് ചെയ്തു? ഒരു I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് B0 is equal to mu0 Ni. ഓക്കെ, കാരണം എന്തില്ല? ഇതിനകത്ത് വേറെ പവർ ഒന്നും ഇല്ല. ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തുള്ളതാണ് B0 എന്ന് പറയുന്നത്. B0 is equal to mu0 Ni എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിനകത്ത് ഒരു അയൺ കോർ പ്ലേസ് ചെയ്യും. ഇൻഡക്ടേഴ്സിനകത്ത് ഒരു അയൺ കോർ പ്ലേസ് ചെയ്യുന്നത് ടെൻത്തിലൊക്കെ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ സോളിനോയിഡിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് കൊടുത്തതിന് ശേഷം ഒരു അയൺ കോർ പ്ലേസ് ചെയ്ത് എന്ത് ചെയ്യും? അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടും. ഓക്കെ, 12ത്തിലും ഇതിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ലാബിലല്ല, അല്ലാതെ തിയറി പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതറിയായിരിക്കും. എന്ത് ചെയ്യും? സോളിനോയിഡിനകത്തോട്ട് നമ്മളൊരു അയൺ കോർ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടും. കാരണം അതിന്റെ റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടന്റ് ഇന്റൻസിറ്റി. അപ്പൊ എന്തായി മാറും? ആ ഒരു സോളിനോയിഡിന്റെ ഇന്റൻസിറ്റി പ്ലസ് എന്ത് ചെയ്യും?
ഈ വയ്ക്കുന്ന അയൺ കോറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ സബ്മേഷൻ വന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടലി മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കൂടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ തിയറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മൾ ഇപ്പോ ഒന്ന് വെക്കാതിരുന്ന സമയത്ത് B0 µ0 എന്ന് കിട്ടി. ഇനി അയൺ കോർ അവിടെ വച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഇന്റൻസിറ്റി കൂടും, ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂടും. ദാറ്റ് ഈസ് അതിനകത്ത് ആ ഒരു ഇന്റൻസിറ്റി കൂടാനുള്ള റീസൺ ആണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അയൺ കോർ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അയൺ കോർ വയ്ക്കുന്ന സമയത്ത് അതിനകത്തുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് എന്ത് ചെയ്യും, അലൈൻ ആയിട്ട് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതാണ് ഒരു അയൺ കോർ നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ലൂപ്സ് ആയിട്ട് മാഗ്നറ്റിക് ഡൈപോൾസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ഓരോ ലൂപ്സ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ കാർബൺ ലൂപ്പ്. നിങ്ങൾ ടെക്സ്റ്റിലെ ഫിഗർ കറക്റ്റ് കാണിക്കുന്നുണ്ട്, ഒന്ന് നോക്കുക. എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാർബൺ ലൂപ്സ് ഇങ്ങനെ ഫോം ചെയ്യും. ഈ ചെറിയ ചെറിയ കാർബൺ ലൂപ്പ് എന്താണ്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം നെറ്റ് കറണ്ട് എന്നാൽ ഇതിനകത്ത് ഫോം ചെയ്യത്തില്ല, ഈ കോറിനകത്ത് എന്ത് ചെയ്യത്തില്ല, ഒരു നെറ്റ് കറണ്ട് ഫോം ചെയ്യില്ല. ശ്രദ്ധിക്കുക പറയുന്നത്, നമ്മൾ ഒന്നും വെക്കാത്ത സമയത്ത് സോളിനകത്തുള്ള റിസൾട്ടന്റ് ഫീൽഡ് ആയിരുന്നു B is equal to µ0 എന്ന് പറയുന്നത്. ഇനി ഞാൻ അയൺ കോർ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. അപ്പോൾ കൂടേണ്ട റീസൺ ആണ് പറയുന്നത്. ഫീൽഡ് കൂടാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഓരോ കറണ്ട് ലൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇതിനകത്ത് റിസൾട്ടന്റ് ഫീൽഡ് ഇൻസൈഡിൽ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കാരണം ഇൻസൈഡിൽ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയറക്ഷൻ വരുന്നത്. ഓരോ ലൂപ്പും, ഒരു ലൂപ്പ് ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അടുത്ത ലൂപ്പ് എന്താണ്, ഈ ഒരു ഡയറക്ഷനിലാണ്. അങ്ങനെ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആയി പോകും. പക്ഷെ ഒരു ഫിക്ടീഷ്യസ് കറണ്ട് എന്ത് ചെയ്യും, പുറമേ സൈഡിൽ ഈ ഒരു അയൺ കോറിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫിക്ടീഷ്യസ് കറണ്ട് ഫോം ചെയ്യും. അപ്പൊ ആ ഒരു കറണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു സർഫസ് ഓഫ് റിംഗ്, ആ ഒരു സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ആംബിയറിയൻ സർഫസ് എന്ന് പറയും. ഓക്കെ, അതൊരു ഫിക്ടീഷ്യസ് കറണ്ട് ആണ്, എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ആക്യുറേറ്റ് ഒരു കറണ്ട് അല്ല. പക്ഷെ എന്ത് ചെയ്യും, എങ്ങനെയോ അതിനകത്ത് പുറത്തൊരു കറണ്ട് ഫോം ചെയ്യും. കറണ്ട് ഫോം ചെയ്ത് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അത് പ്രൊഡ്യൂസ് ചെയ്യും, റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അവിടുത്തെ ആംബീരിയൻ സർഫസ് കറണ്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആംബീരിയൻ സർഫസ് കറണ്ട് നമ്മൾ പറയുന്ന പേരാണ് IS എന്ന് പറയും. ഓക്കെ, ആംബീരിയൻ സർഫസ് കറണ്ട്. ദെൻ അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ റിംഗ്, ആ ഒരു റൗലാൻഡ് റിംഗിന്റെ, നേരത്തെ കൺസിഡർ ചെയ്ത റിംഗിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ഈസ് ഈക്വൽ ടു ISA എന്ന് കിട്ടും. ഓക്കെ, ഇത് A എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിംഗിന്റെ, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഇതൊരു റിംഗ് അല്ലേ, അപ്പോൾ ഈ ഒരു റിംഗിന്റെ ഏരിയ നമ്മൾ A എന്ന് പറയുന്നത്, ആംബിയർ അല്ല, ഏരിയ എലമെന്റ് ആണ്. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ റിംഗ്. ഇപ്പൊ നമുക്ക് B0 വാല്യൂ കിട്ടി, B0 is equal to µ0 എന്ന്. ദെൻ ഇനി എത്രത്തോളം ആ ഒരു മീഡിയം മാഗ്നറ്റൈസ് ആയി എന്നുള്ള മെഷർമെന്റ്സിൽ നമുക്ക് വേണം. അതാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പൊ ഈ ഒരു സ്മോൾ m ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റൈസേഷനിൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് മാഗ്നറ്റൈസേഷൻ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനിൽ എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, M ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു, സ്മോൾ m ബൈ B ആയിരുന്നു. ഓക്കെ, B ഓൾ ഇയർ, വിച്ച് ഈസ് ഈക്വൽ ടു എമ്മിന്റെ അടുത്ത് എന്ത് വരും, ഈ ഒരു വാല്യൂ, മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ, ആ സർഫസ് കൂടിയുള്ള കറണ്ട്, ആംബിയൻ സർഫസിൽ കൂടിയുള്ള കറണ്ട് IS ഇൻറ്റു A വരും, ഡിവൈഡ് ബൈ ഓളിയം എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഓളിയം കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ ഇൻറ്റു ഓളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ടൊറോയിഡിലാണെങ്കിലും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഏരിയ ഇൻറ്റു ഓളിയം. അപ്പോൾ അത് എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലി ഇതിന്റെ എന്ത് കിട്ടും, ഓളിയം കിട്ടും. ഈ ഒരു സോളിനോയിഡ് സർഫസിന്റെ ഓളിയം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ എയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു IS ബൈ L എന്നായിരിക്കും കിട്ടുന്നത്. അതായത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എനിക്ക് കിട്ടുന്നത് IS ബൈ L ആണ്. L ഈസ് ദ മീൻ സർക്കംഫറൻസ് ഓഫ് ദ റിംഗ്, ആ ഒരു റിംഗിന്റെ മീൻ സർക്കംഫറൻസ് ആണ്. ഓക്കെ, ഇപ്പോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് ഇതിനെ മാഗ്നറ്റൈസേഷൻ ഒരു ഡെഫിനിഷൻ കൂടി പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ സർഫസ് കറണ്ട് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന സർഫസ് കറണ്ട് എന്താണ്, അതാണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡെഫിനിഷൻ ആണ്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അല്ല, ഇതിനെ സിംപ്ലിഫൈ ചെയ്യില്ല, IS ബൈ L കറക്റ്റ് ആണ്, ഇത്രയല്ലേ ഉള്ളൂ, കറണ്ട് ആംബിയൻ സർഫസ് കറണ്ട് ബൈ L. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുവാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു B എന്ന് പറയുന്ന
മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ എടുക്കുവാണ്. അപ്പോൾ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിലുള്ള ഫീൽഡ്, അതായത് ആ ഒരു റിംഗ് കാരണമുള്ള ഫീൽഡ്, പ്ലസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു അയൺ കോർ പ്ലേസ് ചെയ്തപ്പോൾ കൂടിയുള്ള അതുകൂടി വെച്ച സമയത്ത് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബി ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഞാൻ എഴുതിയ ഒരു വാല്യൂ ഉണ്ടായിരുന്നു μ0 Ni പ്ലസ് ഇനി എന്ത് വരും? ഇപ്പൊ ഇവിടെ ഈ മാഗ്നറ്റൈസേഷൻ കാരണം കിട്ടിയ ഒരു ഫീൽഡ് ഉണ്ട്. ഇവിടെ കിട്ടിയ ഈ IS by L എന്ന് പറയുന്നത്. ഓക്കെ, I suffix L by I suffix S by L എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് IS divided by L. അപ്പോൾ ഇതാണ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ B0 എന്ന് എഴുതിയിരുന്നു. ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാപിറ്റൽ B is equal to B0 പ്ലസ് എം എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയി കാണില്ല ഐഡിയ. B0 നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? അയൺ കോറൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫീൽഡ് മാത്രം, ഓക്കെ, വെറുതെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡ്, ആ ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്ത ഫീൽഡ്, അതാണ് B0. പ്ലസ് എം എന്താണ്? എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ മീഡിയം പ്ലേസ് ചെയ്ത സമയത്ത് അതിൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്ന ഫീൽഡാണ് മാഗ്നറ്റൈസേഷൻ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. അതിന്റെ റീസൺ ആണ് പറഞ്ഞത് എന്ത് ചെയ്യുന്നു, അകത്ത് അയൺ കോറിനകത്ത് ഡൈപോൾസ് ഉണ്ടാവുന്നു. അപ്പോൾ ഡൈപോൾസ് എന്ത് ചെയ്യുന്നു, അകത്ത് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ അതിന് സർഫസ് ഒരു ആംബിയന്റ് സർഫസ് ഫോം ചെയ്യും. അപ്പോൾ ആ ഫോം ചെയ്യുന്ന സർഫസ് കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ റിംഗ് നമ്മൾ IS into A എന്ന് എടുത്തു. അതിനുശേഷം മാഗ്നറ്റൈസേഷൻ M എന്ന് പറയുന്ന ഇക്വേഷനിൽ M by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് IS into A by AL എന്ന് കിട്ടി, ഓൾ M. എയും എയും ക്യാൻസൽ ചെയ്തതിനു ശേഷം IS by L എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? B is equal to B0 plus M സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B0യുടെ വാല്യൂ μ0 Ni ആണ്. B is equal to μ0 Ni plus IS by L എന്ന് കിട്ടും. അഗൈൻ വിച്ച് is equal to, ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എനിക്ക് ഈ ഒരു N-ന് പകരം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Niക്ക് പകരം എനിക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് μ0 N by L I plus IS by L എന്ന് കൊടുക്കാം. അതിപ്പോ Ni എന്ന് കൊടുത്താലും വേറെ പ്രശ്നമില്ല. പക്ഷെ നമ്മളിപ്പോ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമുക്ക് അവിടെ N-ന്റെ വാല്യൂ ആയിരിക്കില്ല തന്നിരിക്കുന്നത്, അവരവിടെ നമ്പർ ഓഫ് ടേൺസ് ലെങ്ത് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ബൈ യൂണിറ്റ് ലെങ്ത് ആണെന്ന് അറിയാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയത്. അപ്പൊ ഇതില് ഈ Ni is equal to N by L I is equal to എന്താണ്? H ആണ്. ഓക്കെ, Hന്റെ വാല്യൂ ആണ് Ni equal to Ni by L I into H എന്ന് പറയുന്നത്. I is equal to H എന്ന് പറയുന്നത്. H ഇന്റൻസിറ്റി, ഫസ്റ്റ് നമ്മൾ പഠിച്ച മാഗ്നറ്റിക് ഇന്റൻസിറ്റി, ആ ഒരു ഫീൽഡ് കാരണം കിട്ടുന്ന ഇന്റൻസിറ്റി ആണ് എന്ത്? H എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇന്റൻസിറ്റി H. അപ്പൊ ഈ ഒരു ഫാക്ടർ എന്താണ്? Hന്റെ ഫാക്ടർ ആണ്. അപ്പൊ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ദാറ്റ് ഈസ് B is equal to μ0, ഇവിടെ ഈ μ0 രണ്ടിനും ഉണ്ട് കേട്ടോ, രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ് μ0 എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിൽ μ0 ഇല്ല, പക്ഷേ μ0 പെർമിയബിലിറ്റിയുടെ ഫാക്ടർ ആണ്. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ B is equal to μ0 എന്നെ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ടോട്ടലി രണ്ട് ഇതിനെ നമുക്ക് ഈ μ0 എന്നുള്ള ഫാക്ടർ അവിടെ കൊടുക്കണം. ഇവിടെ എന്ത് കിട്ടും? μ0 Ni, അതിന് വരെ H എന്ന് കൊടുക്കുക. ഇവിടെ എന്ത് വരും? ഇവിടെ ഇത് M-ന്റെ വാല്യൂ ക്യാപിറ്റൽ M ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത് B is equal to μ0 H plus μ0 M. ഓക്കെ, ഇനി വെക്ടർ നൊട്ടേഷനിൽ എഴുതുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ രണ്ടിടത്ത് ഓരോ വെക്ടേഴ്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താ, മൂന്നിടത്ത് വെക്ടേഴ്സ് കൊടുക്കുമ്പോൾ ഇത് വെക്ടർ നൊട്ടേഷൻ ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇപ്പൊ ഇതിനകത്ത് ഒരു മീഡിയം നമ്മൾ വച്ചില്ലെങ്കിൽ, ഇപ്പൊ ഒരു സോളിനോയിഡിനകത്ത് ഞാൻ അയൺ കോർ ഒന്നും വെച്ചില്ല, വെറുതെ വെച്ചിരിക്കുവാണ് എങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ടേം കൂടെ ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് അതെങ്ങനെയായിട്ട് മാറും? B is equal to μ0 H അല്ലെങ്കിൽ μ0 Ni എന്ന് മാത്രമായിട്ട് മാറും. എന്തേ ഉള്ളൂ? ആ സോളിനോയിഡൽ ഫീൽഡ് മാത്രമേ അതിനകത്തുള്ളൂ. റിസൾട്ടന്റ് ആയിട്ട് എന്തില്ല, ആ ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ ഫീൽഡ് അവിടെ ഇല്ല. ഓക്കെ, മെറ്റീരിയൽ ഒന്നും വെച്ചില്ല എങ്കിൽ. ഓക്കെ, ഇതാണ് ആ ഒരു ഇക്വേഷനും ഡെറിവേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട രണ്ട് ടേംസ് ആണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയും അതുപോലെ തന്നെ പെർമിയബിലിറ്റി. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ കൂടി നോക്കാറുണ്ട്. അപ്പൊ നോക്കാം.
അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആണ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിന് എത്രത്തോളം മാഗ്നറ്റൈസേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ സസെപ്റ്റബിലിറ്റി എന്ന് പറയും. ദാറ്റ് ഈസ് എത്ര എക്സ്റ്റെന്റ് വരെ ആ ഒരു മീഡിയത്തിന് എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിക്ക് നമുക്ക് റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ ആണ്. ഫൈ അല്ല, സൈ. ഓക്കെ, സൈ. വേവ് ഫംഗ്ഷൻ ഒക്കെ റെപ്രസെന്റ് യൂസ് ചെയ്യുന്ന സൈ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സഫിക്സ് ഒരു എം കൂടി എടുക്കും. എം കൂടി ഇടും. അപ്പോൾ ഇത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ മീഡിയത്തിന് എന്ത് ചെയ്യുവാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ്. ഒരു അയൺ കോറിനെ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ അത് എത്രത്തോളം മാഗ്നറ്റൈസ് ആയി മാറുന്നു, അല്ലെങ്കിൽ ദ ഡിഗ്രി ടു വിച്ച് എ മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റൈസ്ഡ് ഈസ് റെസ്പോണ്ട് ടു അപ്ലൈഡ് ഫീൽഡ്. അപ്ലൈഡ് ഫീൽഡിനനുസരിച്ചിട്ട് എത്രത്തോളം ആ ഒരു മെറ്റീരിയൽ മീഡിയം, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നതിന് സസെപ്റ്റബിലിറ്റി. ഇനി നമ്മൾ അടുത്ത കേസിൽ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യും: ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം. അപ്പോൾ അതിൽ ഈ ഡയാമാഗ്നറ്റിസം പഠിക്കുമ്പോൾ അതെന്ത് ചെയ്യത്തില്ല, അത്രയും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫാക്ടർ അല്ല, ഒബ്ജക്ട് മെറ്റീരിയൽസ് അല്ല. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ സീറോയ്ക്ക് തുല്യമാണെന്നൊക്കെ പഠിക്കും. അടുത്ത ഫെറോ മാഗ്നറ്റിക് പഠിക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ആണ്, ഹൈ വാല്യൂ ആണെന്ന് പഠിക്കും. അപ്പോൾ അപ്പോഴേ കുറച്ചുകൂടി ക്ലിയർ ആവും എന്താണ് ഈ സസെപ്റ്റബിലിറ്റി ടേം കൊണ്ട്. കാരണം എന്താണ്, ആ ഒരു മീഡിയം, ആ ഒരു മീഡിയം അല്ല, ആ ഒരു മെറ്റീരിയൽ എത്രത്തോളം മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും, അതിന്റെ ആ ഒരു എബിലിറ്റി, ആ ഒരു ഡിഗ്രിയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി നമുക്ക് എങ്ങനെ പറയാം, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി റിലേഷൻ എടുക്കാനായിട്ട് നമുക്കറിയാലോ, ഇപ്പോൾ മാഗ്നറ്റിക് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ആ ഒരു മെറ്റീരിയൽ മീഡിയം എത്രത്തോളം മാഗ്നറ്റൈസ് ആവുന്നതിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ അവിടുത്തെ ആ ഒരു ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. ഓക്കെ, എച്ച് ആണ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഇന്റൻസിറ്റി. അപ്പോൾ നമ്മൾ ഇന്റൻസിറ്റി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു മെറ്റീരിയൽ മീഡിയത്തിന്, പിന്നെ വേറെ കാര്യമുണ്ട്, വയ്ക്കുന്ന മീഡിയത്തിന് എന്ത് ചെയ്യണം, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അബ്സോർബ് ചെയ്യേണ്ട കാപ്പബിലിറ്റിയും വേണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് സബ്സ്റ്റൻസ് കൊണ്ട് എത്ര സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും അതൊരു മാഗ്നറ്റായി മാറണമെന്നില്ല. ഓക്കെ, ആവത്തുമില്ല. പക്ഷെ ആ വയ്ക്കുന്ന മീഡിയം കറക്റ്റ് മീഡിയം ആയിരിക്കണം, ഒരു മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി ഉള്ള മീഡിയമാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ മെറ്റീരിയലാണ് നമ്മൾ അവിടെ വയ്ക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം അത് മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മാഗ്നറ്റായി മാറുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അല്ലെങ്കിൽ വയ്ക്കുന്ന ഏത് ഫീൽഡിലാണ് ഇരിക്കുന്നത്, ആ ഒരു ഫീൽഡ് സ്ട്രെങ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഇതാണ് റിലേഷൻ. അപ്പോൾ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിന്റെ പേരാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു psi m h എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, psi m h. ഹിയർ psi m ഈസ് ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ കറക്റ്റ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. The ease with which a specimen of magnetic material can be magnetized is called magnetic susceptibility. ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡിഗ്രി ടു വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, എത്രത്തോളം ആ ഒരു മെറ്റീരിയൽ മീഡിയത്തിന് മാഗ്നറ്റൈസേഷൻ അബ്സോർബ് ചെയ്യില്ലേ, മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും, അതിനാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സിംപ്ലി ഒരു ഡെഫിനിഷൻ പറയാം. നമ്മൾ നോർമലി ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയുന്ന ഡെഫിനിഷൻ ആണ് psi m is equal to m by h. ഇതെന്ത് പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ m to the മാഗ്നറ്റിക് ഇന്റൻസിറ്റി h. പക്ഷെ നമ്മളിപ്പോ റേഷ്യോ ടേംസിൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു മീനിങ് ഐഡിയ കിട്ടത്തില്ല, ഔട്ട്ലൈൻ ഐഡിയ കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എത്രത്തോളം അതിന് മാഗ്നറ്റൈസേഷൻ ആവാൻ പറ്റും, എത്രത്തോളം മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റും, ആ ഒരു ഡെഫിനേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സസെപ്റ്റബിലിറ്റി ഇനിയും കേൾക്കും. ഇനി ഇപ്പൊ യുജിയിലായാലും പിജിയിലായാലും സസെപ്റ്റബിലിറ്റി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെറ്റീരിയൽ മീഡിയം അതൊരു മാഗ്നറ്റ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആണോ അല്ലാത്ത മെറ്റീരിയൽ ആണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു റേഷ്യോ എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുന്നതിനെക്കാട്ടി കറക്റ്റ് സസെപ്റ്റബിലിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അത് ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ മാത്രമല്ല, പല ഇക്വേഷൻ ഉണ്ട്.
ഓക്കെ. ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ഡിഗ്രി ചോയ്സിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ ആ ചോദിച്ചതാണ് അതിങ്ങനെ റേഷ്യോന്ന് പഠിച്ചാൽ പോരെ എന്തിനാണ് വലിയ ഡെഫിനിഷൻ ഒക്കെ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താണ് കാര്യം എന്ന് അറിഞ്ഞ് പഠിച്ചു പോകുക കേട്ടോ. ഓക്കെ. അപ്പോൾ Im ഈസ് ഈക്വൽ ടു M/H ആണ്. ഇതാണ് നമ്മുടെ സസെപ്റ്റിബിലിറ്റി ടേം. അതായത് എത്രത്തോളം അതിന് മാഗ്നറ്റൈസേഷൻ ആയി മാറാൻ പറ്റും. അതിനാണ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പെർമിയബിലിറ്റി. ഇപ്പോൾ പെർമിയബിലിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മ്യൂ എന്നാണ്. മ്യൂ. ഓക്കെ. മ്യൂ എന്ന് പറയും ഏത് പെർമിയബിലിറ്റി. ഇനി അടുത്ത് μr ഉണ്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഓക്കെ. ഈ മ്യൂവിനെ നമ്മൾ പറയുന്ന അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്നാണ്. ദാറ്റ് ഈസ് ബി വെക്റ്റർ ഈസ് ഈക്വൽ ടു μ0 h വെക്റ്റർ പ്ലസ് m. ഓക്കെ. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? ഈ എമ്മിന് പകരം മ്യൂവിന്റെ ഇക്വേഷൻസ് നോക്കാനായിട്ടാണ് മ്യൂവിന്റെ വാല്യൂ എന്താണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡെറിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈ മ്യൂവിന് എമ്മിന് പകരം എന്ത് ചെയ്യാം? എമ്മിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിന് പകരം എനിക്ക് Im h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തൊട്ട് മുകളിൽ നമ്മൾ പഠിച്ചേ ഉള്ളൂ. Im h which is equal to μ0 into h plus ഇവിടെ എന്ത് ചെയ്യുക Im കൊടുക്കുക. Im h വരും. ഓക്കെ. അപ്പോൾ ഇവിടെ എനിക്ക് ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് μ0 into 1 plus Im h. Im h. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇത്രയും കിട്ടില്ല ടേംസ്. അപ്പോൾ ഈ കിട്ടിയ ഇത്രയും ടേംസിനാണ് എന്ത് പറയുന്നത് മ്യൂ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മ്യൂ h എന്ന് എഴുതാം. അപ്പോൾ മ്യൂവിന്റെ വാല്യൂ എന്ത് കിട്ടും? മ്യൂ ഈസ് ഈക്വൽ ടു μ0 into 1 plus Im എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മ്യൂവിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അപ്പോൾ ഈ അബ്സല്യൂട്ട് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് ഇക്വേഷൻ വൈസ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇപ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു മീഡിയം ഉണ്ട്. അപ്പോൾ ആ ഒരു മീഡിയത്തിൽ കൂടി എത്രത്തോളം ഈ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിനെ ആ ഒരു പെർമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു അലോ ചെയ്യുക, അതിനാണ് എന്ത് ചെയ്യുന്നത് പെർമിയബിലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എയറിൽ കൂടി പോകുന്ന പോലെ ആയിരിക്കത്തില്ല അതൊരു അയൺ കൂടി പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? അതിനാണ് നമ്മൾ ഓരോ പ്രാവശ്യവും റിലേറ്റീവ് പെർമിയബിലിറ്റി അവിടെ പ്രത്യേകിച്ച് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയലിനനുസരിച്ച് എന്ത് ചെയ്യാം? ആ ഒരു പെർമിയബിലിറ്റി വാല്യൂ മാറാം. അപ്പോൾ അയണിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വന്നിട്ട് 5500 എന്നാണ് വരുന്നത്. 5500 റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇനി അത് വേറൊരു മീഡിയം ആവുന്ന സമയത്ത് എന്ത് വരാം? അയൺ മാറിയിട്ട് നമുക്ക് അലുമിനിയം ആക്കി കഴിഞ്ഞാൽ പെർമിയബിലിറ്റിയുടെ വാല്യൂ അവിടെ നമുക്ക് കോപ്പർ, ബ്രാസ്, അലുമിനിയം ഇതിനൊക്കെ പെർമിയബിലിറ്റി ഫ്രീ സ്പേസിന് തുല്യമാണ്. ഏകദേശം 1 ആയിട്ടാണ് വരുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ ഓരോ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എയറിന്റെ ആണെങ്കിൽ ഏകദേശം 1.000 സംതിങ് വരും. അതുപോലെ തന്നെ അയണിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്യൂരിറ്റി ഉള്ള അയൺ ഉണ്ട്, ഇംപ്യൂർ അയൺ ഉണ്ട്, ഇങ്ങനെ പല അയൺസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഓരോ അയൺ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെയൊക്കെ പെർമിയബിലിറ്റി വാല്യൂസ് മാറാം. ഓക്കെ. ഇതൊക്കെ നമുക്ക് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സ്പെരിമെന്റ് കണ്ടുപിടിക്കാം ഓരോന്നിന്റെയും പെർമിയബിലിറ്റിയുടെ വാല്യൂസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം ഒരു മെറ്റീരിയൽ മീഡിയം ഒരു ഇതിനെ പാസ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ബൈപാസ് ചെയ്ത് വിടും, അതിനെ പെനിട്രേറ്റ് ചെയ്ത് വിടാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത് നമ്മുടെ പെർമിയബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റേഷ്യോ ആയിട്ട് പറയാം. ദാറ്റ് ഈസ് ഇവിടെ B is equal to mu h ആണ്. So mu can be represented as the B by H. Is the ratio magnetic induction to the magnetizing field H. Okay. മാഗ്നറ്റിക് ഇൻഡക്ഷന്റെയും മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഹെച്ചിന്റെയും റേഷ്യോ ആണ് എന്ത് പറയുന്നത്? മ്യൂ എന്ന് പറയുന്നത്. മ്യൂ is equal to B by H. നേരത്തെ സൈഡ് വാല്യൂ എന്താണ് കിട്ടിയത്? Im is equal to M by H. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടിന്റെയും ഡെഫിനിഷൻ, ഇക്വേഷൻ എന്ന് പറയുന്നത്, മ്യൂവിന്റെയും അതുപോലെ Imന്റെയും. ഇനി ഇതിൽ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഉണ്ട്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി SI യൂണിറ്റ് പറഞ്ഞല്ലോ. SI യൂണിറ്റ് വരുന്നത് ഹെൻറി പെർ മീറ്റർ എന്നാണ്. ഹെൻറി പെർ മീറ്റർ, ഇല്ലെങ്കിൽ വെബർ പെർ ആംപിയർ മീറ്റർ എന്നും ഉണ്ട്.
വേപ്പർ പെർ ആംബിയർ മീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പെർമിയബിലിറ്റിയുടെ വാല്യൂ. എത്രത്തോളം അത് എന്ത് ചെയ്യുന്നു, കടത്തി വിടുന്നു. അതാണ് പെർമിയബിലിറ്റി എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ mu r എന്ന് പറയും. റിലേറ്റീവ് പെർമിയബിലിറ്റി ക്യാൻ ബി റെപ്രസെന്റ് ആസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അത് ജസ്റ്റ് ഒരു റേഷ്യോ മാത്രമേ ഉള്ളൂ. അതായത് ആ ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ പെർമിയബിലിറ്റി, mu ആയിരിക്കും ഡിവൈഡ് ബൈ mu 0. ഓക്കെ, mu ബൈ mu 0 ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതിൽ mu r ന്റെ വാല്യൂ വാക്യൂത്തിലാണെങ്കിൽ 1 ആയിരിക്കും. mu r ന്റെ വാല്യൂ വാക്യൂത്തിൽ 1 ആയിരിക്കും റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ. ഇതിന് ഡയമെൻഷൻസ് ഒന്നും ഇല്ല, കാരണം രണ്ടും സെയിം ഡയമെൻഷനിൽ വരും. കാരണം രണ്ടും പെർമിയബിലിറ്റി വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, രണ്ടും സെയിം ഡയമെൻഷൻസിലായിരിക്കും വരുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം കൂടി നോക്കണം. നമുക്കിവിടെ റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റബിലിറ്റി ആൻഡ് പെർമിയബിലിറ്റി. ഈ പെർമിയബിലിറ്റിയും സസെപ്റ്റബിലിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം, നമുക്കൊരു റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് നോക്കുന്നത്. ദാറ്റ് ഈസ്, നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു, 3 വെക്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത റിലേഷൻ ആണ് B is equal to mu 0 H plus mu 0 M. അപ്പൊ ഇതൊന്ന് H കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു ഹോൾ ടേമിനെ H കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് B by H ഈക്വൽ ടു mu 0 H by H പ്ലസ് mu 0 M by H. നോക്കുക, B by H എന്താണ്? B by H എന്ന് പറയുന്നത് mu ആണ്. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തേ ഉള്ളൂ. B by H mu ആണ്, which is equal to, ഇവിടെ H by H 1 വരും, mu 0 വരും, പ്ലസ് ഇവിടെ എന്ത് വരും, mu 0 H by M എന്ന് വെച്ചാൽ M by H എന്ന് വെച്ചാൽ എന്താണ്, psi M ആണ്. ഓക്കെ, സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ ആണ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പുറത്തെടുക്കാമല്ലോ ടോട്ടലി. ദാറ്റ് ഈസ് mu is equal to mu 0 പുറത്തെടുക്കാം, mu 0 into 1 plus psi M എന്ന് കിട്ടും, psi M. ഓക്കെ, ആൻഡ് mu by mu 0 equal to 1 plus psi M ആയിരിക്കും. mu by mu 0 എന്ന് പറയുന്നത് എന്താണ്, അത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. mu r ന്റെ വാല്യൂ ആണ്, which is equal to 1 plus psi M. ഓക്കെ, ഇതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി സസെപ്റ്റബിലിറ്റി തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ. ദാറ്റ് ഈസ് mu r is equal to 1 plus psi M. അപ്പോൾ നമുക്കിപ്പോൾ സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സസെപ്റ്റബിലിറ്റിയും പെർമിയബിലിറ്റിയും തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ഫസ്റ്റ് ഡെറിവേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു, ആ 3 വെക്ടേഴ്സ് കണക്ട് ചെയ്യുന്ന. അതിനുശേഷം നോക്കിയതാണ് റിലേറ്റീവ് സസെപ്റ്റബിലിറ്റി എന്താണ്, അതുപോലെ പെർമിയബിലിറ്റി എന്താണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് നമുക്കിനി നോക്കേണ്ടത്, ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസ് തന്നെ നമുക്ക് 3ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ആ 3 ക്ലാസിഫിക്കേഷനുകൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്ന പേരാണ് ഡയാമാഗ്നറ്റിസം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെമ്മില് ഇതിനെക്കുറിച്ച് ഡയാമാഗ്നറ്റിക്സ് എന്താണ്, പാരാമാഗ്നറ്റിക്സ് എന്താണ്, ഫെറോമാഗ്നറ്റിക്സ് എന്താണ്, ജസ്റ്റ് അത്ര ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അത് നിങ്ങൾ S5 പഠിക്കുന്നത്. S5 S6 സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് അവിടെ പേപ്പറിൽ ഇതിനെക്കുറിച്ച് മെറ്റീരിയൽ സയൻസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് അതിനകത്താണ് നിങ്ങളുടെ ഡയാമാഗ്നറ്റിക്സ് എന്തുകൊണ്ട് വരുന്നു, പാരാമാഗ്നറ്റിക്സ് എന്താണ്, ഫെറോമാഗ്നറ്റിക് ഡൊമൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ 12th പഠിച്ച പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ പോലെ എന്താണ് ഡയാമാഗ്നറ്റിസം, എന്താണ് പാരാമാഗ്നറ്റിസം, എന്താണ് ഫെറോമാഗ്നറ്റിസം, ഇത് മാത്രം നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇതൊക്കെ നോക്കാം. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് കാണത്തില്ല. Okay. Diamagnetic substances are those in which atoms have no net magnetic moment. They are weakly magnetized in a direction opposite to the applied field.
അപ്പൊ അതിനെന്തില്ല ഈ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്ത് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇല്ല. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇതിനകത്ത് ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യത്തില്ല, അത് വലുതായിട്ട് മാഗ്നറ്റൈസേഷൻ ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റ് എന്ത് ചെയ്യത്തില്ല, അട്രാക്ട് ചെയ്യത്തില്ല. അതെന്ത് ഡീവിയേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്നാലും അതെപ്പോഴും സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് വീക്കർ ഫീൽഡിലോട്ട് മൂവ് ചെയ്യാൻ എന്ത് ചെയ്യത്തുള്ളൂ, ശ്രമിക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ മാഗ്നറ്റൈസേഷൻ അഥവാ ഇതിന് മാഗ്നറ്റൈസേഷൻ ചെയ്താൽ ചെറിയ തോതിൽ മാഗ്നറ്റൈസേഷൻ നടത്തിയാലും എന്ത് ചെയ്യും, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു മാഗ്നറ്റ് വെച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിച്ചാലും അതെന്ത് ചെയ്യും, മാഗ്നറ്റ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്ലൈഡ് ഫീൽഡ്. അപ്പൊ ഞാൻ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടായിരിക്കും മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് ഫീൽഡ് ഡയറക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ മാഗ്നറ്റൈസേഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് എന്ത് ചെയ്യും, മാഗ്നറ്റിനെ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഒരു മാഗ്നറ്റിനെ ഇത് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ ആണ് ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, വാട്ടർ, ആൽക്കഹോൾ. അപ്പൊ ഈ കോപ്പർ മാഗ്നറ്റൈസേഷൻ ഫീൽഡ് ഉണ്ടോ ഇല്ലയോ ഡൗട്ട് തോന്നും. കാരണം നമ്മൾ വൈൻഡിങ്ങിന് മോട്ടോർ വൈൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കോപ്പർ ആണ്. അവിടെ ചിന്തിക്കുക, അവിടെ എന്താണ്, അത് കറണ്ട് ക്യാരിങ് ലൂപ്പായിട്ട് ആക്ട് ചെയ്തിട്ട് അതൊരു മാഗ്നറ്റൈസേഷൻ ഫീൽഡ് കൊടുക്കും. എപ്പോഴാണോ ആ കറണ്ട് റിമൂവ് ചെയ്യുന്നത് ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, അത് മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തും. ഓക്കെ, അല്ല അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നതല്ല. എന്താണ് ചെയ്യുന്നത്, അത് എപ്പോഴാണോ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കളയുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യും, അത് തിരിച്ച് സാധാ ഒരു കണ്ടക്ടർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്തില്ല, നമ്മൾ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞിട്ട് അതെന്ത് ചെയ്യില്ല, മാഗ്നറ്റ് ആയിട്ട് മാറത്തില്ല. ഇൻ കേസ് അങ്ങനെ മാറുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോയിൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മോട്ടോറിനകത്ത് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. DC മോട്ടോഴ്സിനകത്ത് പവർഫുൾ ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ ഈ മാഗ്നറ്റിന്റെ അടുത്ത് ഈ കോപ്പറിനെ വെച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അത് റിഫ്ലക്ഷൻ കാണിക്കത്തില്ല. ഓക്കെ, അവിടെ നമുക്ക് അത് മാഗ്നറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുകയും അത് കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, റൊട്ടേഷൻ നടത്തുകയില്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഇരിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് ഈ ഒരു കോപ്പർ വൈൻഡിങ്സിനൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ എക്സാമ്പിൾസ്: ആന്റിമണി, ബിസ്മത്ത്, കോപ്പർ, വാട്ടർ, ആൽക്കഹോൾ. ഇനി പ്രോപ്പർട്ടി വൈസ് നോക്കുവാണെങ്കിൽ in a non-uniform field, diamagnetic substance try to move from the stronger to the weaker field. And this means they are feebly repelled by the magnet. അപ്പോൾ ഒരു നോൺ യൂണിഫോം ഫീൽഡ്, അപ്പോൾ നോൺ യൂണിഫോം ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആയിരിക്കും. നോർത്ത് പോൾ ഇങ്ങനെ യൂണിഫോം ആയിരിക്കും. ഇപ്പുറത്ത് വയ്ക്കുന്ന സൗത്ത് പോൾ ഇങ്ങനെ പോയിന്റഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ നോർത്ത് പോളും ഇതിന്റെ ഇപ്പുറത്ത് സൗത്ത് പോൾ കാണാം, ഈ ഒരു ബാർ മാഗ്നറ്റ്. ബാക്കി അതല്ല, ഇത്രയും ഈ ഒരു സെക്ഷൻ മാത്രമാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ എന്താണ്, ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ ഒരു യൂണിഫോം ഫീൽഡ് പോകും. പക്ഷെ ഇവിടെ എന്തായാലും യൂണിഫോം ഫീൽഡ് അല്ല, ഇവിടെ കൂടുതലായിരിക്കും. ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഒരു കോപ്പർ സ്ട്രിപ്പോ അല്ലെങ്കിൽ ബിസ്മത്ത് സ്ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിവിടെ വീക്കർ, ഇത് സ്ട്രോങ്ങർ ഫീൽഡ് അല്ലേ, സ്ട്രോങ്ങർ ഫീൽഡിന് വീക്കർ ഫീൽഡിലോട്ട് മാത്രം ഇത് ഡിഫ്ലക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കും, ചെറിയ ഡിഫ്ലക്ഷൻ കാണിച്ച് നിൽക്കും. അപ്പൊ അതാണ് പറയുന്നത്, in a non-uniform field, diamagnetic substance tries to move from the stronger to the weaker parts of the field. This means they are feebly repelled by the magnets. Okay, അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ്, if a diamagnetic bar is freely suspended in a magnetic field, it returns until it at the right angle to the applied field. അപ്പോൾ ഒരു കോപ്പർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സ്ട്രിപ്പ് നമ്മുടെ ബാർ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫീൽഡിന് റൈറ്റ് ആംഗിൾ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അത് ആ ഒരു അട്രാക്ഷൻ കാണിക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആംഗിളിലായിട്ട് അലൈൻ ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, when a diamagnetic substance is placed in a magnetic field, the flux density inside is less than in the free space. Okay, അപ്പോൾ ഇതിനകത്ത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ചതിന് ശേഷം അതിന്റെ അകത്തുള്ള ഇൻസൈഡ് നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, തീരെയും കുറവായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ലെസ് ദാൻ ഫ്രീ സ്പേസിനെ കാട്ടി. ഫ്രീ സ്പേസിൽ 1 ആണ്. അതാണ് ഫ്രീ സ്പേസ് എന്ന് ഉദ്ദേശിച്ചത്. നേരത്തെ മ്യൂആറിന്റെ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ സ്പേസിൽ എന്താണ്, അത് 1 ആണ്. ഫ്രീ സ്പേസിൽ ഉള്ളതിനെ കാട്ടി എന്തായിരിക്കും, അതവിടെ വാല്യൂസ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അല്ലെങ്കിൽ 1നെ കാട്ടി എന്താണ്, കുറവെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ദാറ്റ് ഈസ് മ്യൂആർ ലെസ് ദാൻ 1 ആണ്. മ്യൂറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. അതിനകത്ത് അതിൽ ഫീൽഡ് കാണത്തില്ല. ഇനി അടുത്ത് നോക്കുക, അടുത്താണ് നമ്മൾ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ പറയുന്നത്. സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് നെഗറ്റീവ്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം മാഗ്നറ്റൈസേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റും, ആ ഒരു എബിലിറ്റി നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത്, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ അവിടെ തീരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സ്മോളും നെഗറ്റീവ് ആയിരിക്കും. ഈ 0ക്ക് താഴോട്ടുള്ള വാല്യൂസ് ആയിരിക്കും സസെപ്റ്റിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ. നെക്സ്റ്റ് പോയിന്റ്, that is when a diamagnetic bar is placed in a uniform field, it gets magnetized in the direction opposite to that of the magnetizing field. In case ഇതിൽ ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റൈസേഷൻ നടത്തിയാലും അതെന്തായിരിക്കും, ഡയറക്ഷൻ
ഓപ്പോസിറ്റ് ആയിരിക്കും. ഫീൽഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് മാഗ്നറ്റൈസേഷൻ നടത്തുന്നത്. അതായത് ഈ ഒരു ഡെഫിനിഷൻ വീണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ കോപ്പറിന്റെ കേസിലാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എക്സാമ്പിൾ കിട്ടുന്നത്. കോപ്പറിൽ തന്നെ നമ്മൾ മാഗ്നറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കോപ്പറിൽ മാഗ്നറ്റൈസേഷൻ കൊടുക്കുമ്പോൾ അത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിനെ ഡിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ മോട്ടോഴ്സ് സ്പിൻ ചെയ്യും. അപ്പോൾ ഡയമാഗ്നറ്റിക് ബാർ എന്ത് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, the magnetization of a diamagnetic material lasts as long as the magnetizing field lasts, disappear when the magnetic field is removed. അപ്പോൾ മാഗ്നറ്റൈസേഷൻ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ മാഗ്നറ്റൈസേഷൻ ഫീൽഡ്, അപ്പോൾ ഇത് ടോട്ടലി സീറോ അല്ല, ചെറിയ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ചെറിയ ഫീൽഡ് എന്തായിരിക്കും, ആ ഒരു മാഗ്നറ്റിന് അകത്ത് വെക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത ഓൺ ദി സ്പോട്ട് എന്ത് ചെയ്യും, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മൊത്തത്തിൽ അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റൈസേഷൻ ഫീൽഡ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുമെന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുമെന്നോ നമുക്ക് അറിയാൻ പറ്റില്ല. അതിന്റെ റീസൺ ഒക്കെ നമ്മളിനി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിനുണ്ട്. അതിനടുത്ത് വരുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡയമാഗ്നറ്റിസത്തിന്റെ ഡെഫിനിഷനും ബാക്കി കാര്യങ്ങളും. ഓക്കെ, പ്രോപ്പർട്ടീസ്. അടുത്ത് നോക്കേണ്ട പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, മാഗ്നറ്റുമായിട്ട് കുറച്ച് ചെറിയൊരു അട്രാക്ഷൻ കാണിക്കും, കുറച്ച് എന്തുണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ മാഗ്നറ്റ്സ് ഇതിന് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതിന് എക്സാമ്പിൾ ആണ് atoms of paramagnetic substance in their normal state have a non-zero magnetic moment. When they are placed in a strong magnetic field, they become weakly magnetized in the same sense as of the external magnetic field. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസോ ഒന്നും കാണിക്കത്തില്ല. പക്ഷെ ഇൻ കേസ് നമ്മൾ ഇതിനെ കൊണ്ടൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന സമയത്ത് ഇതിന് ചെറുതായിട്ടൊരു മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അത് ഈ അലുമിനിയം ഫോയിൽസിന്റെ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ച് അറിയാൻ പറ്റും. അതായത് അലുമിനിയം ഫോയിൽസ് നമ്മൾ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് നമ്മളിങ്ങനെ ഓക്സൈഡ് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അത് ഓക്സൈഡ് ചെയ്യത്തില്ല. അത് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്ത് നിൽക്കും. നമ്മുടെ എഡി കറന്റിന്റെ ഒക്കെ കേസ് പഠിക്കുന്ന സമയത്ത് അലുമിനിയം സ്ട്രിപ്സ് യൂസ് ചെയ്യാറുണ്ട്, എഡി കറന്റ്സ്. അപ്പൊ അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അലുമിനിയം അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചതിന് ശേഷം അലുമിനിയം റോഡോ അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റോ സസ്പെൻഡ് ചെയ്തിട്ടോ ഒന്ന് ഓക്സൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഫീൽഡിൽ തന്നെ എന്ത് ചെയ്യും, അനങ്ങാതെ അവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഈ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ പ്രോപ്പർട്ടിയാണ്. നേരത്തെ കോപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, അത് മൂവ് ചെയ്യും, അത് ഡിഫ്ലക്ട് ചെയ്ത് മൂവ് ചെയ്തോളും. അപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് അലുമിനിയം, ക്രോമിയം, ലിക്വിഡ് ഓക്സിജൻ, മാഗ്നീസ്. ഈ ലിക്വിഡ് ഓക്സിജന്റെ കേസിൽ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ഓക്സിജൻ ഗ്യാസ് തുറന്നു വിടുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ഈ ഒരു ഫീൽഡ് അനുസരിച്ച് അലൈൻ ചെയ്യും. അതായത് ഇപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റ് നോർത്ത് പോൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഓക്സിജൻ ഗ്യാസ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ, ഇങ്ങനെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, നമ്മുടെ അയൺ സ്ട്രിപ്സ്, അയൺ ഫില്ലിങ്സ് ഒക്കെ കിടക്കുന്ന പോലെ ഈ പോൾസിൽ എന്ത് ചെയ്യും, ഇത് വന്ന് അട്രാക്ട് ചെയ്യും ഈ ഓക്സിജൻ ഗ്യാസ്. കാരണം എന്തുകൊണ്ട് അതിന് ആ ഒരു ഫീൽഡ് അട്രാക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് ഡ്യൂ ടു ദ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ എ നോൺ യൂണിഫോം ഫീൽഡ് എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് tries to move from the weaker to the stronger part of the field. This means they have a weakly attracted by the magnet. അതായത് നേരത്തെ പറഞ്ഞ പോലെ നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ആ ഒരു ഫിഗർ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞില്ല, ഞാൻ വരച്ച ഫിഗർ. ഇതിൽ എന്ത് ചെയ്യും, ഇത് സ്ട്രോങ് ഇത് വീക്ക് ആണ്, സ്ട്രോങ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. സ്ട്രോങ് വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. Second point, if a paramagnetic bar is freely suspended in a magnetic field, it turns until the lies along the field. അപ്പൊ ആ ഒരു ഫീൽഡ് ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യും, ഇത് അലൈൻ ചെയ്ത് നിൽക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ്, when a paramagnetic substance is placed in a magnetic field, the flux density inside is slightly greater than the free space. അപ്പോൾ എന്ത് പറയാം, ന്റെ വാല്യൂ എന്തായിരിക്കും, 1 കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇതാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഫ്രീ സ്പേസിലുള്ള ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പൊ 1 കാട്ടി എന്തായിരിക്കും ഇവിടെ കൂടുതലായിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് തേർഡ് പോയിന്റ്. അപ്പൊ എന്താണ് മനസ്സിലാക്കുക, എന്ത് ചെയ്യും, നമുക്ക് അത് കടത്തി വിടാൻ പറ്റും, ഈസിലി എന്ത് ചെയ്യാം, ബൈപ്പാസ് ചെയ്ത് വിടാൻ പറ്റും. ആൻഡ് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, പക്ഷെ എന്താണ്, തീരെയും കുറവാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റ് ആയിട്ട് മാറേണ്ട പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്താണ്, വാല്യൂ തീരെ കുറവാണ്. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് ആയി മാറേണ്ട പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ വാല്യൂ തീരെ കുറവാണ്, സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ കുറവാണ്.
ഇനി അടുത്ത പോയിന്റ് സസ്റ്റൈനബിലിറ്റി ഡിക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. സസ്റ്റൈനബിലിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ടെമ്പറേച്ചർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഡയാമാറ്റിക് സബ്സ്റ്റൻസിന് സസ്റ്റൈനബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. കാരണം അവിടെ നമുക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ യൂസ് ഒന്നും ഇല്ല. കൂടിയാലും കുറഞ്ഞാലും എന്തില്ല, അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഇവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചെറുതായിട്ടുണ്ട്, പക്ഷേ അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി, മാഗ്നറ്റായി മാറേണ്ട പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യത്തില്ല, അത് ടെമ്പറേച്ചറിനനുസരിച്ച് കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സസ്റ്റൈനബിലിറ്റിയുടെ വാല്യൂ കുറയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിനെ എടുത്ത് ഒന്ന് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബർണറിൽ കാണിച്ചിരുന്നു ഹീറ്റ് ചെയ്തു ഒരു മാഗ്നറ്റിനെ. നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ്, പക്ഷെ നമ്മൾ ബർണറിൽ കാണിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് അത് വെറും ഒരു അയൺ കോർ ആയിട്ട് മാറും. അല്ലെങ്കിൽ അത് ഏത് മെറ്റീരിയലാണ് ഉണ്ടായിരിക്കുന്നത് അതിലോട്ട് എന്ത് ചെയ്യും, അത് ചേഞ്ച് ആവും. അത് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സസ്റ്റൈനബിലിറ്റി എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനനുസരിച്ച് കുറയുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി വാരീസ് ഇൻവേഴ്സ്ലി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സസ്റ്റൈനബിലിറ്റി വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത പോയിന്റ്, when a paramagnetic bar is placed in a uniform field, it get magnetized in the direction of the field. നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഇവിടെ ആ ഒരു ഫീൽഡ് അനുസരിച്ച് ഇതിനകത്ത് മാഗ്നറ്റൈസേഷൻ കാണിക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, if a paramagnetic substance, paramagnetic gas is allowed to rise between poles of the magnet, spread along the field. ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ലിക്വിഡ് ഓക്സിജന്റെ കേസ് ഒക്കെ. അപ്പോൾ ഓക്സിജൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ അല്ല, പാരാമാഗ്നറ്റിക് ഗ്യാസ് ഏതാണോ ആ ഒരു ഗ്യാസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് പോൾസ് നമ്മൾ തുറന്നു വിടുവാണെങ്കിൽ എന്ത് ചെയ്യും, അത് ആ ഒരു ഫീൽഡിനനുസരിച്ച് അവിടെ അലൈൻ ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ്സ് ഒക്കെ നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ വരുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റംസ് ഓഫ് ദ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഹാവ് എ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ഹൈ ഡിഗ്രി. ഇവിടുത്തെ മാഗ്നറ്റിക് മൊമെന്റ് എന്താണ്, ഹൈ വാല്യൂസ് ആണ് വരുന്നത് ഇതിന്റെ നോർമൽ സ്റ്റേറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള സ്റ്റേറ്റിൽ, നോർമൽ സ്റ്റേറ്റിൽ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത് പോലും എന്തുണ്ട്, അതിന് മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂസ് ഹൈ ആണ്. കാരണം എന്ത് ചെയ്യാം, അതിനൊരു പെർമനന്റ് മാഗ്നറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വേണ്ട, അതൊരു മാഗ്നറ്റ് ആയി കഴിഞ്ഞു. ഈ മാഗ്നറ്റൈസേഷൻ ചെയ്യുന്നതിന് വേറെ പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ഒക്കറിംഗ് ആയിട്ടുള്ള മാഗ്നറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഇരുന്നോളും. പ്രത്യേകിച്ച് നമ്മൾ ഫീൽഡ് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ they are strongly magnetized when keep in a weak field in the same sense as the applied field. അപ്പോൾ അപ്ലൈഡ് ഫീൽഡ് കുറവാണെങ്കിൽ പോലും അത് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തോളും. ഈ സ്മോൾ ഫീൽഡ് ആണ് ഇരിക്കുന്നതെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യും, ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെ ഇറ്റ്സെൽഫ് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സോളിനോയിഡിനകത്ത് അയൺ കോർ കൊണ്ട് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അയൺ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത് അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇൻ കേസ് നമ്മൾ അലുമിനിയം എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഇത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ ഫീൽഡ് സ്ട്രെങ്ത് കൂടത്തില്ല. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് അയൺ, കൊബോൾട്ട്, നിക്കൽ, ഗലോഡിയം ആൻഡ് അലോയ്സ്. അപ്പോൾ ഈ അയൺ, കൊബോൾട്ട്, നിക്കൽ ഇതൊക്കെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. പക്ഷേ ഇതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവരുടെ അലോയ്സ് ആണ്. ഇവർ മിക്സർ ആയിട്ട് യൂസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമനന്റ് മാഗ്നറ്റ്സ്, ഇപ്പോൾ ലൗഡ് സ്പീക്കേഴ്സിന് അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ പെർമനന്റ് മാഗ്നറ്റ്സിന്. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കറക്റ്റ് അയൺ അല്ല, കാരണം നിങ്ങൾ എടുത്ത് മാഗ്നറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു കറുത്ത കളറിലാണ് ഇരിക്കുന്നത്, അത് കറക്റ്റ് ഒരു പ്യൂർ അയൺ അല്ല. അതെന്താണ്, അത് കുറച്ച് അലോയ്സ് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട് ആണ്. അതിനെ മിക്സർ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാഗ്നറ്റ്സിലോട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉള്ളത്. ഇനി പ്രോപ്പർട്ടീസ് നോക്കാം. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റ്. ദേ മൂവ് ഫ്രം ദ വീക്കർ ടു ദ സ്ട്രോങ്ങർ പാർട്ട് ഓഫ് ദ ഫീൽഡ്. ഓക്കെ, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആയിരിക്കും, വീക്കർ പാർട്ടിൽ എന്ത് ചെയ്യും, സ്ട്രോങ്ങർ പാർട്ടിലോട്ടായിരിക്കും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Then, if a ferromagnetic bar is freely suspended in a magnetic field, it aligns in the field line quickly. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു അയൺ നെയിലോ എന്തെങ്കിലും ഒന്ന് സ്ട്രിംഗിൽ കെട്ടിയതിന് ശേഷം രണ്ട് മാഗ്നറ്റിന്റെ ഇടയിൽ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴാണ് പ്ലേസ് ചെയ്യുന്നത് ഓൺ സ്പോട്ടിൽ തന്നെ അതിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സെക്കൻഡ് പ്രോപ്പർട്ടി. ആൻഡ് തേർഡ് വൺ, when a ferromagntic material is kept in a magnetic field, the flux density inside is larger than that in the vacuum. ഓക്കെ, അപ്പോൾ mu r ന്റെ വാല്യൂ എന്താണ്, വെരി ഹൈ ആണ്, 1 നെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, mu r ന്റെ വാല്യൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല അയണിന്റെ വാല്യൂ തന്നെ 5500 ആണ് എന്ത് വരുന്നത്, ആ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയ അയണിന്റെ mu r ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, mu r ന്റെ വാല്യൂ വെരി ഹൈ ആയിരിക്കും. നേരത്തെ പക്ഷെ അലുമിനിയത്തിന്റെ കേസിൽ എന്തായിരുന്നു, ഗ്രേറ്റർ ദാൻ 1 എന്നേ ഉള്ളൂ, 1.00 സംതിങ് എന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ അയണിന്റെ കേസ് വന്നപ്പോൾ എന്താ വന്നത്, 5500 അടുപ്പിച്ച് mu r ന്റെ വാല്യൂ വരുന്നുണ്ട്. And fourth point, as in the case of paramagnetic substance, ferromagnetic liquids accumulate on the sides of
sites where the field is strong. അപ്പോൾ ഈ ഫെറോമാഗ്നറ്റിക് ലിക്വിഡ്സ് നമ്മൾ എന്ത് ചെയ്തു ഫീൽഡ് സ്ട്രെങ്തിൽ അല്ലെങ്കിൽ ഫീൽഡിലോട്ട് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഫീൽഡ് സ്ട്രെങ്ത് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്തോട്ടായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. സ്ട്രെങ്ത് കുറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല അത്രയും പെട്ടെന്ന് അവിടെ അട്രാക്ട് ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് സസെപ്റ്റിബിലിറ്റി വാല്യൂ പോസിറ്റീവ് ആണ് ഹൈയും ആണ്. ഓക്കെ, അത് അറിയാലോ. സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം അത് മാഗ്നറ്റൈസേഷൻ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടി എന്താണ് വെരി ഹൈ ആണ്, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫിഫ്ത്ത് പോയിന്റ്. ആൻഡ് ഇനി സിക്സ്ത് പോയിന്റ് പറയുന്നതാണ് ഇതിന്റെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റിസം ഡിക്രീസസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഫെറോമാഗ്നറ്റിസം ഡിക്രീസ് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിനെ എടുത്തതിന് ശേഷം ബർണറിൽ കാണിച്ച് ചൂടായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഒരു പെട്ടെന്നൊന്നും നഷ്ടപ്പെടത്തില്ല, അതിനൊരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കോൾഡ് ക്യൂറി പോയിന്റ് എന്ന് പറയും. അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അപ്പോൾ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ചൂടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യുക, അബ്സല്യൂട്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിന്റെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും പിന്നീട് അതൊരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ക്യൂറി പോയിന്റ് എന്ന് പറയും. അത് വെച്ചാണ് ക്യൂറീസ് ലോ അല്ലെങ്കിൽ ക്യൂറീസ് ടെമ്പറേച്ചർ എന്നൊരു ഡെഫിനിഷൻ വരുന്നത്. According to Curie's law and susceptibility, psi of a ferromagnetic substance is inversely proportional to the absolute temperature T. അപ്പോൾ സൈയുടെ വാല്യൂ എന്ത് ചെയ്തു ടെമ്പറേച്ചറിനെ ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സൈ ഇൻറ്റു ടി എനിക്ക് എന്ത് എഴുതാം ഒരു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ആ സിയെ പറയുന്ന പേരാണ് ക്യൂറീസ് കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പൊ ഈ ക്യൂറീസ് ലോ വെച്ചിട്ട് ഈ ഒരു ഇൻവേഴ്സ്ലി റിലേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ക്യൂറി ലോ വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരുന്നു. ഇതിനുശേഷം ഈ ക്യൂറി ലോയെ മോഡിഫൈ ചെയ്ത് ബേസിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്ന ലോ ആണ് ക്യൂറി ബേസിസ് ലോ എന്ന് പറയും. അത് സൈ ഈസ് ഈക്വൽ ടു സി ബൈ ടി മൈനസ് ടി സി. ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് സ്പെസിമെൻ, ആ ഒരു സ്പെസിമെന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അതാണ് സി എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. ആൻഡ് ടി സി എന്ന് വെച്ചാൽ അക്യൂറേ പോയിന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സസ്റ്റൈനബിലിറ്റി എത്ര വരെ നമുക്ക് അല്ലെങ്കിൽ എത്രത്തോളം ഏത് ടെമ്പറേച്ചർ വരെ ഇതിനെ നമുക്ക് ചൂടാക്കാൻ പറ്റും എന്ന പ്രോപ്പർട്ടി അറിയാൻ പറ്റും. അപ്പൊ നമുക്കത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ചില മെറ്റീരിയൽസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആവും, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന അപ്പാരറ്റസ് ഒക്കെ ആവാം. അപ്പൊ അവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഈ കുറെ ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് മാഗ്നറ്റ് ആക്കി വെക്കുന്നത് എന്ത് സംഭവിക്കും അതൊന്ന് ചൂടാകുന്ന സമയത്തിന് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ യൂസ് ചെയ്യാൻ പറ്റാതെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്യൂറി ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും മെഷർമെന്റ് ചെയ്യുന്നത്. അപ്പൊ അയണിന്റെ ക്യൂറീസ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 770 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇത് ചോദിക്കാം എക്സാമിനേഷൻ 1 മാർക്കിനൊക്കെ ചോദിക്കാം, 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് ക്യൂറീസ് ലോ അല്ലെങ്കിൽ ക്യൂറീസ് ബേസിസ് ലോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചിരിക്കാം. ആൻഡ് സെവന്ത് പോയിന്റ്, when a ferromatic bar is placed in a uniform field, it gets magnetized in the direction of the field. നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യും ആ ഡയറക്ഷനിൽ തന്നെ അത് ഫീൽഡ് തന്നെ എന്ത് ചെയ്യും മാഗ്നറ്റൈസ് ചെയ്യും. ഡയറക്ഷൻ ആ ഒരു ഫീൽഡിന്റെ ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ല, കാരണം ഡിഫ്ലക്ട് ചെയ്യത്തില്ല. കറക്റ്റ് ആ ഒരു ഡയറക്ഷനിൽ തന്നെ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ്, ferromagnet remains magnetized even after removal of the magnetization field. അപ്പോൾ മാഗ്നറ്റൈസേഷൻ ഫീൽഡ് ഞാൻ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടില്ല. അതവിടെ എന്ത് ചെയ്യും ഒരുമാതിരി സ്റ്റോർ ചെയ്ത പോലെ, ഒരു ബാറ്ററി സ്റ്റോർ ചെയ്ത പോലെ എന്ത് ചെയ്യും അതവിടെ നിൽക്കും. ഓക്കെ, അതാണ് ഫെറോമാഗ്നറ്റിസത്തിന്റെ പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ബിഹൈൻഡ് വരുന്ന തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ബാക്കി പോയിന്റ്സ് ഒക്കെ മറന്നുപോയാലും ഈ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ, പെർമിബിലിറ്റിയുടെ വാല്യൂ, പിന്നെ ഈ ഫീൽഡിലുള്ള അട്രാക്ഷൻ, എക്സാമ്പിൾ, ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ കേസിൽ ഫെറോമാഗ്നറ്റിസം വരുന്ന സമയത്ത് ഈ ക്യൂറീസ് ലോ, ക്യൂറീസ് ടെമ്പറേച്ചർ കൂടി കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ S6 സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫെറോമാഗ്നറ്റിസത്തിനകത്ത് തന്നെ ഫെറോമാഗ്നറ്റിസം, ഫെറോ, പിന്നെ ഫെറോമാഗ്നറ്റിക് ഡൊമൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഡെഫിനിഷൻസ് കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും നിങ്ങൾ ആ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. 6 അത് വരുന്നത്. ഓക്കെ.